ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കി വരുന്ന ചോറ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് 250 ml കപ്പിന് 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് അരച്ചെടുക്കണം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിവിടെ ചോറ് ഇതുപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത ചോറ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മൾ ഈ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തൊന്ന് പരത്തിയെടുത്താൽ മതി. സാധാരണ നമ്മൾ പൂരിയൊക്കെ പരത്തിയെടുക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇപ്പം നമ്മളിവിടെ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ചെറിയൊരു ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു 1/4 കപ്പ് വീതം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ എല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എടുത്ത് നമ്മളിവിടെ പരത്തി വെച്ചിരിക്കുന്ന ഈ മാവിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. ഈ ഫില്ലിംഗ് ഒന്നും ഒട്ടും വെളിയിൽ പോവാത്ത രീതിയിൽ നമുക്ക് സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവും നമുക്ക് പരത്തി ഇങ്ങനെയൊന്ന് ഫില്ലിംഗ് വെച്ച് എടുക്കണം. ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ബബിൾസൊക്കെ കുറഞ്ഞ് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ അരിപ്പൊടിയും ചോറൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.